ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഉച്ചിഹ ക്ലാനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വർഷം മുമ്പ് സെയ്ജോ സിക്സ് പാത്തിന് 2 മക്കൾ ഉണ്ടാകുന്നു. അവരാണ് ഇന്ദ്രയും അസുരയും. ആഗറോമയുടെ കാലശേഷം തന്റെ മക്കളിൽ ഒരാൾ ഈ ഒരു പദവിയിൽ ഇരിക്കണം. അങ്ങനെ രണ്ടുപേരിലും ആരിക്കണം എന്ന ആ ഒരു തർക്കത്തിൽ ഇവർക്കൊരു മിഷൻ കൊടുക്കുന്നു. അതിൽ നമ്മുടെ അസുരയാണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ പദവിയും പവേഴ്സും ഒക്കെ അസുരയ്ക്കും കൊടുക്കുന്നു. എന്നാൽ ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമ്മുടെ ഇന്ദ്രയാണെങ്കിൽ ബ്ലാക്ക് സെറ്റ്സ് പറഞ്ഞത് കേട്ട് തന്റെ കൂടെയുണ്ടായ ആൾക്കാരെയും കൊന്ന് മാഗിക്യു ഷെർഗൻ അവൈക്കൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അസുരയ്ക്കും ഇന്ദ്രയ്ക്കും ഇടയിൽ വലിയൊരു ഫൈറ്റും ഉണ്ടാകുന്നു. അതിൽ ഇന്ദ്ര തോറ്റുപോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇന്ദ്ര ഒരുപാട് തവണ അസുരയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അതൊന്നും നടന്നില്ല. പക്ഷെ തനിക്ക് അസുരയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പിന്നെയും പുനർജനിച്ച് ഇതിനൊക്കെ റിവെഞ്ച് എടുക്കും എന്ന രീതിയിലും പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ദ്രയുടെ കാലവും അവസാനിക്കുന്നു. പിന്നീട് ഒരു 100 വർഷം ശേഷം ഇന്ദ്രയുടെ വംശത്തിൽ നിന്നുണ്ടായ ആൾക്കാരാണ് ഉച്ചിഹ. അതുപോലെ അസുരയുടെ വംശത്തിൽ നിന്നുണ്ടായ ആൾക്കാരാണ് സെഞ്ചു. പണ്ടുണ്ടായ അസുര ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം ഇപ്പോൾ അത് ഉച്ചിഹ സെഞ്ചു എന്ന രീതിയിലായി. നമ്മുടെ ഉച്ചിഹ ക്ലാനിലുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും കരുതിയിരുന്നത് തങ്ങളാണ് ഏറ്റവും ശക്തർ, ഞങ്ങളാണ് ഈ ഒരു വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലാണ് കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ സെഞ്ചു ക്ലാൻ ആണെങ്കിൽ ഈവിളായിട്ടുള്ള ഉച്ചിഹാസിനെ വെറുതെ വിടില്ല, അവരെ തടഞ്ഞു നിർത്തുമെന്ന രീതിയിലാണ് ഇവരുടെ യുദ്ധം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചിഹ ക്ലാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ആ ഒരു ഷെറിംഗൺ ആണ്. ഒരു പവർഫുൾ ടോട്ട്ജുട്സു. എപ്പോഴും പോസിറ്റീവായി ഇരുന്ന് നെഗറ്റീവായി ചിന്തിക്കാതിരുന്നാൽ മാത്രമേ യുദ്ധത്തിൽ ജയിക്കുകയുള്ളൂ. എന്നാൽ ഉച്ചിഹാസിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവർ ഏതെങ്കിലും രീതിയിൽ ഇമോഷണൽ ആകുന്ന സമയത്താണ്, അതായത് അവർ കൂടെയുള്ള ആൾക്കാർ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ അവരുടെ പവർ ഇൻക്രീസ് ആകാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഒരു ദിവസം 2 കുട്ടികൾ പരസ്പരം ആരാണെന്ന് കൂടി അറിയാതെ ഫ്രണ്ട്സായി മാറുന്നു. അവരാണ് മാതരയും ഹാഷിരാമയും. അതായത് നമ്മുടെ അസുരയുടെ റീഇൻകാർണേഷൻ ആണ് ഹാഷിരാമ, ഇന്ദ്രയുടെ റീഇൻകാർണേഷൻ ആണ് നമ്മുടെ മാതരയും. അങ്ങനെ ഇവർ പരസ്പരം ഫ്രണ്ടായി ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പിന്നീടാണ് ഇവർ തങ്ങളുടെ ശത്രുക്കളിലുള്ള ക്ലാനിലുള്ള ആൾക്കാരാണ് ഇവർ എന്ന് മനസ്സിലായി ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹാഷിരാമ സെഞ്ചുവിന്റെ ലീഡർ ആവുകയും മാതര ഉച്ചിഹയുടെ ലീഡർ ആവുകയും ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ യുദ്ധം അവസാനിച്ചിട്ടുമില്ല. അങ്ങനെ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ടോബിരാമ മാതരയുടെ അനുജനെ കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ മാതരയാണെങ്കിൽ തന്റെ അനുജന്റെ ഷെറിംഗൻ എടുത്ത് എറ്റേണൽ മാഗിക്യു ഷെറിംഗൻ ആക്കി സുസനോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മാതര ഹാഷിരാമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവിടെ മാതരയാണ് തോറ്റുപോകുന്നത്. ഇതാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി ടോബിരാമ മാതരയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഹാഷിരാമ അത് തടയുകയും മാതരയുമായി പഴയതുപോലെ ഫ്രണ്ട്സായി മാറി യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ഇരുവരും ചേർന്ന് ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജ്. അത് കഴിഞ്ഞ് ഹാഷിരാമയാണെങ്കിൽ ഈ ഒരു വില്ലേജിന്റെ ലീഡറായി മാറുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ബ്ലാക്ക് ജെറ്റ്സു ആണെങ്കിൽ ഉച്ചിഹാസിന്റെ ആ ഒരു സ്റ്റോണിനെ കുറിച്ച് മാതരയോടൊക്കെ പറഞ്ഞ് തന്റെ മനസ്സ് മാറി മാതര വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് മാതരയാണെങ്കിൽ നൈൻടൈലിനെ കൺട്രോൾ ചെയ്ത് ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഹാഷിരാമ മാതരയെ കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് രണ്ടാമത് ടോബിരാമ ഹൊക്കാഗെ ആവുകയും ഉച്ചിഹാസിലുള്ള ആൾക്കാരെ ഒരു ഭാഗത്ത് ചേർത്ത് വെച്ച് അവരെ പോലീസ് ഫോഴ്സ് ആക്കി മാറ്റുകയും എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിച്ചു പോയത്. പിന്നീട് തേർഡ് ഹൊക്കാഗെ ആയിട്ട് ഇറുസൻ വന്നു, ഷാഡോ ഹൊക്കാഗെ ഡാൻസോയും വന്നു, ഉച്ചിഹാസിന്റെ ലീഡറായിട്ട് പുഗാക്കുവും വന്നു. ഡാൻസോ എപ്പോൾ വന്നോ അത് തൊട്ട് എല്ലാം തലകീഴായി പോകാൻ വേണ്ടി തുടങ്ങി. ഡാൻസോക്ക് ഉച്ചിഹാസിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഉച്ചിഹാസിനെ അകറ്റി നിർത്താൻ വേണ്ടി തുടങ്ങി. ഇത് ഉച്ചിഹ വംശത്തിലുള്ള ആൾക്കാർക്കും അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഉച്ചിഹാസിലുള്ള ആൾക്കാർ ഫുഗാക്കുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോഴും നമുക്ക് ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ടോബി മാതര എന്ന് പറഞ്ഞ് നൈൻടൈലിനെ കൺട്രോൾ ചെയ്ത് വില്ലേജ് അറ്റാക്ക് ചെയ്യുകയും ലീഫ് വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ആവുകയും ഫോർത്ത് ഹൊക്കാഗെ മരിക്കുകയും ചെയ്യുന്നു. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മിനാട്ടോയേക്കാൾ ഈസി ആയിട്ട് ഫുഗാക്കുവിന് ഇവിടെ നൈൻടൈലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മങ്കിക്യു ഷെറിംഗൻ ആണ് ഫുഗാക്കുവിനുള്ളത്. എന്നാൽ ഡാൻസോ ആണെങ്കിൽ ഉച്ചിഹാസിനോട് നിങ്ങൾ നൈൻടൈലിനെ ആക്രമിക്കാൻ വേണ്ടി പോകേണ്ട, വില്ലേജിലെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു നൈൻടൈൽ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചിഹാസിനെ ഒരു വില്ലേജിന്റെ അറ്റത്തേക്ക് മാറ്റുകയും മുഴുവൻ സമയവും ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഫുഗാക്കുവിനും അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. ഉച്ചിഹാസിന്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. മാതര പറഞ്ഞതാണ് ശരിയെന്ന രീതിയിൽ പലരും ചിന്തിക്കാൻ വേണ്ടിയും തുടങ്ങി. അങ്ങനെ നമ്മുടെ വില്ലേജിലുള്ള ആൾക്കാർക്കും ഉച്ചിഹാസ് എപ്പോൾ വേണമെങ്കിലും വില്ലേജിനെ ആക്രമിക്കാം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയാൻ വേണ്ടി തുടങ്ങി. എന്നാൽ നമ്മുടെ അൻപൂലുള്ള ഷിസു യുച്ചിഹയാണെങ്കിൽ തന്റെ കോട്ട മുട്സുക്കാമി വെച്ച് എല്ലാവരെയും മാറ്റാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാൽ അതിന് നമ്മുടെ ഡാൻസോയും സമ്മതിക്കില്ല. അത് കഴിഞ്ഞാണ് നമ്മുടെ ഡാൻസോ ഷിസുയുടെ ആ ഒരു ഷെറിംഗൺ എടുക്കുകയും ഇറ്റാച്ചിക്ക് ഡാൻസോ ആ ഒരു ഓർഡർ കൊടുത്ത് ഇറ്റാച്ചിയും ടോബിയും ചേർന്ന് ഉച്ചിഹാസിലുള്ള ആൾക്കാരെ മുഴുവനായും കൊല്ലുന്നു. സാസ്കിയെ മാത്രം വെറുതെ വിടുന്നു. അങ്ങനെ തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഇറുസനോട് ഇറ്റാച്ചി
ഇറ്റാച്ചി തന്റെ ബ്രദറിനെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞ് അക്കാട്സുക്കി ഈവിൾ ഗ്രൂപ്പിലും ചേരുന്നു. ഇപ്പോൾ ഉച്ചിഹാസിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചി, സാസ്കെ, ഒബീറ്റോ ഇവർ 3 പേരുമാണ്. അതിൽ നമ്മുടെ സാസുകെക്ക് ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, തന്റെ ക്ലാനിനെയും ഫാമിലിയും ഇല്ലാതാക്കി ഇറ്റാച്ചിയെ കൊല്ലണം. ഇതേ സമയം നമ്മുടെ ഇറ്റാച്ചിയെ നോക്കിക്കഴിഞ്ഞാലോ തനിക്ക് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീക്ക് ആയിട്ടാണ് ഉള്ളത്. കൂടാതെ ഇറ്റാച്ചി ചെയ്ത ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ തന്റെ ബ്രദറായിട്ടുള്ള സാസ്കയുടെ കയ്യിൽ നിന്നും മരിക്കണം എന്ന രീതിയിൽ ആഗ്രഹിക്കുകയും പിന്നീട് സാസ്കയുടെ കയ്യിൽ നിന്നും ഇറ്റാച്ചി മരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒബീറ്റോ സാസ്കെക്ക് പറഞ്ഞു കൊടുക്കുകയും സാസ്കെ വില്ലേജിനെതിരെ തിരിയുകയും ഡാൻസോയെ കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് വാറിന്റെ അവസാനമാകുമ്പോഴേക്കുമാണ് നമ്മുടെ നെറൂട്ടോ ആണെങ്കിൽ ഒബീറ്റോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് താൻ ചെയ്ത തെറ്റുകളും ഒബീറ്റോക്ക് മനസ്സിലാകുന്നു. അവസാനം നമ്മുടെ നെറൂട്ടോ വാസസ് സാസ്കെ എന്ന ഫൈറ്റിൽ സാസ്കെയും പഴയതുപോലെ മാറി വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷാഡോ ഹൊക്കാഗെ ആയിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ ഉച്ചിഹയിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സാസ്കെയും സറാഡയുമാണ്. അപ്പോൾ ഉച്ചിഹ ക്ലാനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.